അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുത്തൻ വീട് തറവാടിൻ്റെ മുറ്റത്തെ ആ പഴയ ചാരുകസേരയിൽ അതാ ഐഷുമ്മ വെറുതെ ഇരിക്കുകയാണ്. മനസ്സിൻ്റെ ഉള്ളിൽ ചില ഭാഗം നോക്കുമ്പോൾ സങ്കടമാണ്, ചിലത് നോക്കുമ്പോൾ സന്തോഷവുമാണ്. മുറ്റത്തേക്ക് വീണ് കിടക്കുന്ന ഇലകളും ദൂരെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് കാറ്റിലൊഴുകി വരുന്ന ബാങ്ക് വിളിയുടെ ഈണവും ആ അന്തരീക്ഷത്തെ കൂടുതൽ ശാന്തമാക്കുന്നു. ആയിഷമ്മയുടെ മനസ്സിൽ ഇപ്പോൾ ഒരുപാട് ചിന്തകളാണ്. റബീഉൽ പിറന്നിരിക്കുന്നു. പ്രവാചകന്റെ വരവ് കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യമാസം തറവാട്ടിൽ ഒരുപാട് നന്മകൾ കൊണ്ടുവരണമെന്നാണ് ആയിഷമ്മയുടെ ആഗ്രഹം. റബീഉൽ എന്നാൽ പൂക്കളുടെയും പുണ്യത്തിൻ്റെയും മാസമാണ്. ഈ നല്ല മാസം നല്ലൊരു കാര്യം ചെയ്യാന്ന് വെച്ചാൽ അതുപോലെ നല്ലത് വേറെ എന്താ ഉള്ളത്? ഉമ്മ സ്വയം പറഞ്ഞു. മനസ്സിൽ പെട്ടെന്ന് തെളിഞ്ഞു വന്നത് മറ്റൊന്നുമല്ലായിരുന്നു, അതെ, മിസ്രിയുടെയും കുഞ്ഞുൻ്റെയും മുഖമാണ്. ആ കുട്ടികൾ പരസ്പരം ഇഷ്ടപ്പെടുന്നൊക്കെ ഉണ്ട്. മനസ്സിലാണെങ്കിൽ നല്ല ചേർച്ചയാണ് അവർക്ക് തമ്മിൽ. പിന്നെ കുഞ്ഞുൻ്റെയും മിസ്രിൻ്റെയും കല്യാണം ഈ റബീഉൽ തന്നെയാണ് നടന്നാലോ? എത്ര നല്ലതായിരിക്കും. പഠിച്ചോനെ, എൻ്റെ മനസ്സത്തെ ഒരു ആഗ്രഹമാണത്. ഉമ്മ അതാ ആ കസേരയിലിരുന്ന് പുറത്തേക്ക് നോക്കി വെറുതെ ചിരിച്ചു. അത് ആലോചിച്ചിട്ട് പെട്ടെന്ന് ഷമ്മാസ് അങ്ങോട്ട് വന്നു. അല്ല, എന്തപ്പോ ഉമ്മ ഇങ്ങനെ വെറുതെ ഇരുന്ന് പുഞ്ചിരിക്കുന്നത്? എൻ്റെ പൊന്നാര മോനെ ഷമ്മാസേ, എനിക്ക് പലതും ഇങ്ങനെ ആലോചിച്ചിട്ടേ. എന്താ ഉമ്മ? എന്നാലും ഉമ്മാൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം കാണുമ്പോഴേ എനിക്ക് വല്ലാത്തൊരു റാഹത്താണ്. ഉമ്മാൻ്റെ സങ്കടപ്പെടുന്ന ആ ഒരു ബുദ്ധിമുട്ടാകുന്ന ആ മുഖം കാണുകയെന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു ഇടങ്ങാറാണ്. എൻ്റെ പൊന്നാര മോനെ, ഉമ്മാക്ക് ഉമ്മാൻ്റെ മനസ്സിൽ പല ചിന്തകളുണ്ട്. എനിക്ക് കുട്ടികൾ 4 എങ്കിലും എനിക്ക് കുറേ കുട്ടികളുള്ള പോലെ തന്നെയാണ്. ഞാൻ പെറ്റത് 4 പ്രസവിക്കാത്തയും കുട്ടികൾ എനിക്ക് പടച്ച റബ്ബ് തന്നേക്കണ്. എന്നാലോ നല്ലോ സ്നേഹമുള്ള മക്കളും. അതുകൊണ്ട് ഓല കാര്യമൊക്കെ ഒന്ന് കഴിച്ചില്ലായാലേ നമുക്ക് നല്ലൊരു റാഹത്ത് തന്നെയാണ്. ഉമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? ഷാമോനെ, ഞാനൊക്കെ പറയാ എന്നോട്. കഴിഞ്ഞ കുറേ നാളുകളായി വീടിനുള്ളിൽ വിഷമങ്ങളും ടെൻഷനുകളുമായിരുന്നു. നവാസ് ജയിലിൽ നിന്നൊക്കെ തിരിച്ചെത്തി ഇപ്പൊ കുടുംബത്തോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ഭാരമാണ് മനസ്സിൽ നിന്ന്, ഉമ്മയുടെ നെഞ്ചിൽ നിന്ന് ഇറക്കി വെക്കപ്പെട്ടത്. സൗദന്റെ കാര്യവും താമസിയാതെ ശരിയായിക്കോളും എന്നൊരു പ്രതീക്ഷ ഉമ്മാക്കുണ്ട്. അടുക്കളയുടെ വരാന്തയിൽ നിൽക്കുന്ന മിസ്രിയെ അതാ ഉമ്മ നോക്കി. ആ കുട്ടി എപ്പോഴും അവിടെ ഓരോ കാര്യം ചെയ്തുകൊണ്ടാണ്, ഓരോ പണിയെടുത്തുകൊണ്ട്. ഞാനിപ്പോൾ റാഹിലാൻ അവിടെ പണിക്ക് ചോദിച്ചു വന്നപ്പോൾ ഓളവിടെ നിർത്തിക്കണ്. ഓള് നല്ല മട്ടത്തിന് പണിയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുള്ള പൈസയും കാര്യങ്ങളും ഓൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നാലും മിസ്രി കണ്ടു നിൽക്കൂല. ഓളും തന്നെ ഒപ്പത്തിനൊപ്പം എടുക്കും. പാവാണ് ആ പെൺകുട്ടി. എന്നാലോ ഞാൻ ഒരു ദിവസം പൈസ കൊടുത്തപ്പോൾ മിസ്രി പറയാണ്, ഉമ്മ, ഞാൻ ഒരിക്കലും പണത്തിന് വേണ്ടിയിട്ടല്ലല്ലോ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് ഉമ്മയും ബാപ്പയൊന്നുമില്ല. അതെ, ഒരു ഉമ്മയുടെ സ്നേഹം നിങ്ങൾ തരുമ്പോഴേ ഞാൻ എങ്ങനെ ഉമ്മ, ഞാൻ ഒരിക്കലും എൻ്റെ ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യണ പോലെയാണ് ഞാൻ ഇവിടെ കഴിയുന്നത്. എന്തെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്നത് എടുത്തു തരുന്നത്, അല്ലാതെ ഒരിക്കലും പണത്തിന് വേണ്ടിയിട്ടല്ല ഉമ്മ. അവളന്ന് കരഞ്ഞുകൊണ്ട് അത് പറഞ്ഞപ്പോൾ ഐഷുമ്മക്ക് തോന്നി, അതെ, ആ കുട്ടിക്ക് ആത്മാർത്ഥമായ സ്നേഹമാണ്. റാഹിലാക്ക് വെച്ചാൽ ഓള് പണി ചെയ്തോളാന്ന് പറഞ്ഞ് ചോദിച്ചു വന്നാണ്. അപ്പൊ പിന്നെ റാഹിലാക്ക് അതിൻ്റെതായ രീതിയിൽ കൊടുത്താലും തന്നെ അവൾക്കത് ഒരു സന്തോഷത്തോടെ വാങ്ങും. ആയിക്കോട്ടെ, പണിയെടുത്താൽ പൈസ വാങ്ങണല്ലോ. ഉമ്മയുടെ മനസ്സിൽ ഓരോന്ന് ചിന്തിച്ചു. കാരണം ആ കുട്ടി ഇവിടെ പണിയെടുക്കണ്ടെന്ന് വിചാരിച്ചുകാണ്ട് കുട്ടിക്ക് അർഹമായൊരു സന്തോഷവും സമാധാനവും ഇതുവരെ കിട്ടിയിട്ടില്ല. വാഫി ഉസ്താദിന്റെ കാര്യത്തിലായാലും ഇപ്പൊ വലിയ സമാധാനമുണ്ട്. ഉസ്താദിനിപ്പോൾ ഇവിടെ ഓള് നിൽക്കുന്നതുകൊണ്ട് റാഹത്താണ്. മറ്റേത് ആ കുട്ടി കോളേജ് പഠനം കഴിഞ്ഞ സ്ഥിതിക്ക് ആ കുട്ടിനെ എവിടെ കൊണ്ടാക്കാനാ? പാവാണ് ആ പെണ്ണ്. ഞാനായിട്ട് പറഞ്ഞു തന്നെ. പിന്നെ ഇക്കൊല്ലം പഠിപ്പിക്കാനൊന്നും പോകണ്ടെന്ന് പറഞ്ഞതും അത് ഇഞ്ഞോളെ ഭർത്താവിന് തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. അല്ലാതെപ്പോ പെണ്ണുങ്ങൾ പുറത്തു പോയി അധ്വാനിച്ച് കൊണ്ടുവരുന്നോട് എനിക്ക് വലിയൊരു താല്പര്യമൊന്നുമില്ല. പിന്നെന്ന് വെച്ചാൽ എൻ്റെ നുസിന്ന് വെച്ചാൽ ഓളാഗ്രഹവും എൻ്റെ ആഗ്രഹവും അതിപ്പോൾ ഒരുപാട് സമ്പാദിക്കാനെന്നല്ല, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിലാണ്. അല്ലാതെ പുറത്ത് പോയി കഷ്ടപ്പെട്ട് കുറേ നേരം പഠിപ്പിച്ചുണ്ടാക്കി പൈസ കിട്ടി ഇടങ്ങാറായി അതിനോട് എനിക്ക് വലിയൊരു താല്പര്യമൊന്നുമില്ല. പിന്നെ മിസ്രിക്ക് പൂതിയുണ്ടെങ്കിൽ പോയും ചെയ്തോട്ടെ, ആ കുട്ടീനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചിലവർക്ക് നല്ല താല്പര്യക്കാരം പുറത്തൊക്കെ പോയി ജോലി ചെയ്യാൻ. പക്ഷെ ചിലവർക്ക് നിവൃത്തികേട് കൊണ്ട് പോണവരുണ്ട്. അപ്പോൾ ഓളിഷ്ടം എന്താ അതിന് വേണ്ടിയിട്ട് ഞാൻ കൂട്ടു നിൽക്കും.
പക്ഷെ ആ കുട്ടിക്കും വലിയൊരു താല്പര്യമൊന്നുമില്ല പുറത്തേക്ക് പോകണമൊക്കെ. അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുന്നതാണ് പെണ്ണിന് ഇഷ്ടം. അതുകൊണ്ട് ഞാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും ഒന്ന് പറഞ്ഞ് നോക്ക, മിസ്സിരിയെ മോൾക്ക് വേണമെങ്കിൽ പഠിപ്പിക്കാനൊക്കെ പോകാമെന്ന് പറയാം. പക്ഷെ അവൾക്ക് താല്പര്യമില്ലാത്തതിന് ഞാൻ സമ്മതിക്കൂല. പിന്നെയെന്ന് വെച്ചാൽ വാഫി ഉസ്താദിന് വല്ലാത്തൊരു സമാധാനമാണ്. നമ്മളെ കയ്യിലൊരു കുട്ടിനെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ എന്ത് വിശ്വസിച്ച് ഏൽപ്പിച്ച് കഴിഞ്ഞാലും നമ്മൾ നല്ല മട്ടത്തിന് കൊണ്ട് നടക്കണമല്ലോ. അതുകൊണ്ട് തന്നെ മിസ്സിലിൻ്റെ കാര്യത്തിൽ എനിക്ക് എപ്പോഴും ഒരു കണ്ണുണ്ട്. പഠിച്ചോനെ, നമ്മളടുത്ത് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയാൽ അത് വല്ലാത്തൊരു ഇടങ്ങാറില്ല, നമുക്കൊരു സമാധാനമില്ലല്ലോ. എന്നാലും എന്തായാലും വേണ്ടില്ല, കുഞ്ഞുവിൻ്റെ കയ്യിൽ ഓളണ്ട് ഏൽപ്പിച്ച് കൊടുത്താലേ സമാധാനമായി. മറ്റേത് പെൺകുട്ടികളാണ്, വലിയ പെൺകുട്ടികളാകുമ്പോൾ നമുക്കൊരു കരുതൽ വേണം. നമ്മളെ അടുത്ത് വിശ്വസിച്ച ആക്കി പോവാണ്. എന്നാലും നമ്മൾ അങ്ങനെ അങ്ങോട്ട് ഒരു ഏതായാലും ഉമ്മയും ബാപ്പയും ഇല്ലാത്ത കുട്ടികളല്ലേ, അപ്പോൾ പിന്നെ അതിൻ്റേതായ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. ആയുഷമ്മ ഓരോന്ന് വിചാരിച്ചു. വാഫി ഉസ്താദ് ഇവിടെ വിശ്വസ്തയോടെ ഏൽപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾക്കൊക്കെ ഒരു കടിഞ്ഞാണിട്ടിട്ടുണ്ട്. ഇനി ഈ കല്യാണക്കാരും ഒരാളുടെ കയ്യിലോളണ്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടികൾ അവിടെയും ഇവിടെയും നിൽക്കേണ്ടി വരില്ലല്ലോ. ഇപ്പോൾ അത് കുഞ്ഞു അവിടെ, മിസ്സിരി ഇവിടെ, 2 പേർക്ക് ഒരുമിച്ച് ജീവിക്കാമല്ലോ. അതന്നല്ല എൻ്റെ റാഹത്ത്. ഏതായാലും മനസ്സിൽ രണ്ടാൾക്കും ഇഷ്ടമുണ്ട്. ആരും എതിര് പറഞ്ഞിട്ടില്ല, മിസ്സിരിയും പറഞ്ഞിട്ടില്ല, കുഞ്ഞും പറഞ്ഞിട്ടില്ല. ഓൽക്കൊക്കെ എല്ലാം കേട്ടപ്പോൾ സന്തോഷം തന്നെ ഉള്ളൂ. നവാസും ഫസീലയും മക്കളും തങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഈ നല്ല കാര്യം നവാസിനോടൊന്ന് വിളിച്ച് പറയണം. വേറെ ആരെക്കാളും മുമ്പ് നവാസ് അറിയണത് പെട്ടെന്ന്. കാരണം അന്നിപ്പോൾ ജയിലിൽ പോണതിന് മുമ്പ് കല്യാണക്കാര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ നല്ല റാഹത്തായിരുന്നു. പിന്നെ ഇപ്പോൾ ജയിലിൽ നിന്നൊക്കെ വന്നതിന് ശേഷം ഇതിനെക്കുറിച്ച് വല്ലാതൊരു ചർച്ചയും കാര്യങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല. എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ട് ആ ഒരു ദിക്കൂണ്ട് അങ്ങോട്ട് കല്യാണത്തിന് നിശ്ചയം കാര്യങ്ങളാക്കേനു എന്നുള്ളത്. എന്തായാലും റബീഉൽ അവ്വൽ തന്നെ ഇത് നടത്തണം എന്നാണ് എൻ്റെ മനസ്സിലെ നെയ്യത്ത്. അല്ലാ, എൻ്റെ നെയ്യത്ത് നീ കബൂലാക്കി തരണേ അല്ലാ. ആയിഷമ്മ ദുആ ചെയ്തു. ഉമ്മ തൻ്റെ ഫോൺ എടുത്തു. വിറക്കുന്ന കൈകളോടെ നവാസിൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. റിങ് 3 വട്ടം അടിച്ചപ്പോഴേക്കും നവാസിൻ്റെ ശബ്ദം കേട്ടു. ഉമ്മ. എന്തോ ഉമ്മ വിളിച്ചത്? കുഴപ്പമൊന്നുമില്ലല്ലോ മോനെ. നവാസേ, എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ. പിന്നെ എന്തോ ഉമ്മ? അതായത് എവിടെ കുട്ടികളൊക്കെ? ഓലൊക്കെ ഇവിടെ ഉണ്ട്. ഫസി എവിടെ? അവളും ഇവിടെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ നേരത്തിനും കാലത്തിനും ആശുപത്രിക്ക് ഒന്ന് പോയി ഒന്ന് പരിശോധിച്ചൊക്കെ പോരേണ്ടിട്ടാ. ഓള് മാണ്ടാന്നൊക്കെ പറയും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാലേ ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഉണ്ടാകുകയല്ലേ. അപ്പോൾ പിന്നെ ഒന്നുകൊണ്ട് കരുതലൊക്കെ ഉണ്ടാവണം. നല്ലണ എല്ലാം നമ്മളെ പഠിച്ചവൻ്റെ വിധി പോലെയാണ് വരിക. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവ് നമ്മൾ വരുത്തണ്ട. പിന്നെ നവാസേ, ഞാൻ ഉമ്മ എന്തിനാ വിളിച്ചതെന്ന് വെച്ചാലേ ഒന്നുമല്ല, എൻ്റെ കുട്ടിനോട് ഇനിയിപ്പോൾ എങ്ങനെ ഇതിപ്പോൾ ഞാൻ പറയാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു. ഉമ്മയുടെ ശബ്ദത്തിൽ ചെറിയൊരു വിറയലുണ്ടായിരുന്നു. നവാസേ, ഞാൻ ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. ഈ റബീഉൽ അവ്വൽ മാസം നമ്മൾ കണ്ടതല്ലേ, ഇനിയിപ്പോൾ ഒന്നിപ്പോൾ 2 ഒക്കെ ആയി. റസൂലുള്ളാഹിൻ്റെ പിറന്നാൾ വരുന്ന ഈ മാസത്തിൽ നമ്മുടെ വീട്ടിലൊരു നല്ല കാര്യം നടന്നാൽ അത്രക്കും നല്ലതല്ലേ മോനെ? അതൊരു ബർക്കത്തല്ലേ? ഉമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ് റബീഉൽ അവ്വൽ? ഇനി ഉണ്ടല്ലോ, ഒരു മാസത്തോളം ഉണ്ടല്ലോ, 28 ദിവസമൊക്കെ ഉണ്ടല്ലോ. ഇനി എന്തേ മോനെ? മിസ്രിൻ്റെയും കുഞ്ഞുൻ്റെയും നിക്കാഹ് ഈ റബീഉൽ അവ്വലാണ് നടത്തുക. അതാണ് ഉമ്മാൻ്റെ ആഗ്രഹം. എന്നാൽ പെട്ടെന്ന് നവാസ് എന്ത് മറുപടി പറയണം എന്നറിഞ്ഞില്ല. കുറച്ചു നേരം നിശബ്ദനായി നിന്നു. നവാസിൻ്റെ മനസ്സിലൂടെ കഴിഞ്ഞകാല ജയിലിലെ കഷ്ടപ്പാടുകളും ജയിലിലെ നാളുകളും കടന്നു പോയിട്ടുണ്ടാകാം. കാരണം അതിനു മുമ്പ് ഇവർ പെട്ടെന്ന് നിക്കാഹ് കഴിക്കണമെന്ന് വിചാരിച്ചാണ്. അതിനിടയിലാണ് തന്നെ കൊണ്ടുപോയത്. ആ നിമിഷത്തിൽ ജയിലിൽ വെച്ച് അത് ആലോചിച്ചപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു. കാരണം റബ്ബേ, ഒരു അളിയനായ സ്ഥിതിക്ക് എനിക്ക് നടത്തി കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന്. മോനെ, എന്താടി ഒന്നും മിണ്ടാത്തത്? ഞമ്മക്ക് നടത്തുകയല്ലേ, ഇനിയിപ്പോൾ എന്താ ആലോചിക്കാന്? വാഫി ഉസ്താദ് കാര്യങ്ങളൊക്കെ പറഞ്ഞും ചെയ്തിക്കണത് അറിഞ്ഞും ചെയ്തിക്കണ്. പിന്നെ കുഞ്ഞു എന്ന് വെച്ചാൽ നല്ലൊരു ചെക്കനാണ്. നല്ല ദീനും കാര്യങ്ങളും നിസ്കാരവും എന്നാലറ്റേ ആൾക്കാരോട് ബഹുമാനവും കാര്യങ്ങളുണ്ട്. നല്ലൊരു കുട്ടിയാണല്ലോ ഓനെ. നമ്മളൊക്കെ വലിയ വേദനയും കാര്യമാണ്. പിന്നെയെന്ന് വെച്ചാൽ ഒരു വേണ്ടാത്ത പരിപാടി ഓൻ്റെ അടുത്തില്ല. നല്ല കൂട്ടുകെട്ടൊക്കെ ആണെങ്കിൽ നല്ലതാണ്. എല്ലാം കൊണ്ടും ഒരു കുഴപ്പമില്ല. നല്ല മോനെ. ഉമ്മ, അതെനിക്ക് അറിയുന്നതല്ലേ. അതെ, ഫസീല പിണങ്ങി നിൽക്കുന്ന സമയത്ത് വരെ കുഞ്ഞു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. ഉമ്മ അവനെ കുറിച്ചൊന്നും ഒന്നും പറയാനില്ലമ്മ. അതേ മോനെ, ഇനിയിപ്പോൾ
ഞമ്മക്കതങ്ങട്ട് ഉമ്മ, എൻ്റെ ഉമ്മാൻ്റെ തീരുമാനം വളരെ നല്ലതാണ്. ഉമ്മ ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ് ഏറ്റവും നല്ലത്. ഈ റബീഉൽ അവ്വലിൻ്റെ ബർക്കത്ത് കൊണ്ട് ആ കുട്ടികളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. എനിക്ക് പൂർണ്ണ സമ്മതമാണ് ഉമ്മ. ഞാൻ നാളെ തന്നെ അങ്ങോട്ട് ഒന്ന് വരാം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നിച്ചിരുന്ന് സംസാരിക്കാം. ഉമ്മയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. നെഞ്ചിലെ ഭാരമൊക്കെ ഒഴിഞ്ഞു പോലെ ഒരു സുഖം. ഫോൺ സംഭാഷണം അവസാനിച്ചതിന് ശേഷം നവാസ് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഞാൻ ഫോൺ വെക്കാം കേട്ടോ, പിന്നെ ബാക്കി ഞാൻ എന്തായാലും നാളെ ഞാൻ അങ്ങോട്ട് വരാം കേട്ടോ. നേരം വെളുക്കുമ്പോൾ തന്നെ നേരിട്ട് വന്ന് സംസാരിക്കാം. തൽക്കാലം ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. നവാസ് ഫോൺ കട്ട് ചെയ്തു. എന്നാൽ ആ ചെറിയ ഫോൺ കോൾ ആണെങ്കിൽ കൂടിയിട്ട് ആ കുറഞ്ഞ സമയത്ത് ആ ഒരു സംഭാഷണം പുത്തൻവീട് തറവാട് മുറ്റത്തെ അന്തരീക്ഷത്തിൽ ചെറിയൊരു മാറ്റമുണ്ടാക്കി. എന്നാൽ വീടിൻ്റെ അടുക്കള വരാന്തയിൽ ഇതൊന്നും അറിയാതെ തൻ്റെ പതിവ് ജോലികളിൽ മുഴുങ്ങിയിരിക്കുകയായിരുന്നു മിശ്രി. ഉച്ചവരെ നീണ്ടുനിന്ന പണികൾ തീർക്കാനുള്ള തിരക്കിലും അവളുടെ മനസ്സിൽ എവിടെയോ ഒരു ചെറിയ ഭാരമുണ്ടായിരുന്നു. വീടിൻ്റെ അവസ്ഥയും ചുറ്റുപാടുകളും അവളിൽ പലപ്പോഴും ഒരുതരം അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാറുണ്ടായിരുന്നു. കാരണം മിശ്രി എന്ന് വെച്ചാൽ എപ്പോഴും അവൾക്ക് വീട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം എന്നതാണ് അവളുടെ ഒരു നിർബന്ധം. അത് എപ്പോഴും തുടച്ചുകൊണ്ടും അടിച്ചൊരിക്കൊണ്ടും അങ്ങനെ നിൽക്കും. ഉമ്മ പറയും, എൻ്റെ പൊന്നാര മോളെ, റാഹിലൊക്കെ അത് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ ഇപ്പോൾ നീ എന്താ ഉമ്മ? അതിനെന്താ, റാഹിലക്കും എല്ലാവർക്കും ജോലിയുണ്ടല്ലോ, ഞാനിതൊക്കെ ചെയ്തോളാം മോളെ. എന്ന് മുകളിലൊക്കെ പോയി തട്ടിക്കൊട്ടി അടിച്ചു വരണം എന്തിനാ? മുകളിലൊക്കെ ഇപ്പോൾ ആരാപ്പം ഉള്ളത്? ഇനിയിപ്പോൾ നവാസും ഫസീലും ഓലും പോയി, പിന്നെ ആരും മോൾക്ക് പോലില്ല. എന്തിനാണ് മോളെ എന്നും ഇപ്പോൾ അവിടെയൊക്കെ? ഉമ്മ എന്തായാലും പൊടി പാറിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് മാറാല കെട്ടിക്കെടുക്കണതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ഇടങ്ങാറാണ്. പിന്നെയെന്ന് വെച്ചാൽ നുസിത്താക്ക് കുറേ പഠിക്കാനും ഉണ്ടാകും. അതിനിടയിൽ മക്കളെ നോക്കലും എല്ലാം കൂടി ആകുമ്പോഴും അവർ പാവാണ്, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ ഞാൻ അപ്പോൾ പിന്നെ ബാക്കി ചെയ്യണേ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ അമ്മ ഏതായാലും ഇവിടെ വെറുതെ നിൽക്കല്ലേ, എനിക്ക് അത്ര വെറുതെ നിൽക്കുകയാണെങ്കിൽ മോൾക്ക് എന്നാലും ഓൺലൈനായിട്ട് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തുവിടും മോളെ. ഉമ്മ അങ്ങനെ അത്ര റിസ്ക് എടുത്ത് പൈസ ഉണ്ടാക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഞാനിവിടെ എങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു കൂടിക്കോളാം. എന്നാൽ മിസിരിയുടെ ആ ഒരു വാക്ക് കേട്ട് ഉമ്മ പറഞ്ഞു, മോളെ മോളുടെ ഇഷ്ടം പോലെ കേട്ടോ, മതി മോളെ, പണിയൊക്കെ എടുത്ത് ഇങ്ങോട്ട് പോന്നാജ്, വാ ഇവിടെ വാ. മിസിരി ഒന്ന് ഞെട്ടി. കയ്യിലെ വെള്ളം അവൾ തോർത്തി മാറ്റി. അവൾ വേഗത്തിൽ ഉമ്മയുടെ അടുക്കലേക്ക് ചെന്നു. ഉമ്മയുടെ മുഖത്തെ ആ ഭാവമാറ്റം കണ്ട് അവൾക്ക് പെട്ടെന്ന് ആശങ്കയായി. ഉമ്മ എന്തെന്നെ വിളിപ്പിച്ചത്? ഉമ്മക്ക് വല്ലതും വേണോ? വെള്ളം വേണോ? മിശ്രിയുടെ ശബ്ദത്തിൽ സ്നേഹവും അതേസമയം ചെറിയൊരു പരിഭ്രാന്തിയും ഉണ്ടായിരുന്നു. ഉമ്മ ചെറുചിരിയോടെ തലയാട്ടി. ഒന്നുമില്ല മോളെ, ഇജ്ജ് വെറുതെ അങ്ങോട്ട്, ഞാനോടൊരു കാര്യം പറയാനോ, ഒന്നും ബേജാറാവൊന്നും വേണ്ട, ഇജ്ജ് എന്ത് പേടിച്ചാ? ഉമ്മ എനിക്ക് എന്നോട് ഒന്ന് രണ്ട് വാക്ക് സംസാരിക്കാണ്ട്, അതാ ഞാൻ പറഞ്ഞത്. ഈ സമയത്ത് ഉമ്മ തന്നെ വിളിക്കുന്നത് വല്ല ദേഷ്യത്തിലെങ്ങാനും ആണോ? അത് തന്നോട് വല്ലതും പറയാനുണ്ടോ? ഉമ്മ എന്തുമ്മ, വല്ല പ്രശ്നമുണ്ടോ ഉമ്മ? മിസ്സിന് പേടിയോടെ ചോദിച്ചു. ഒന്നുമില്ല മോളെ, ഇജ്ജ് ബേജാറൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ മിശ്രിയുടെ കയ്യിൽ പിടിച്ച് വീടിനുള്ളിലെ സ്വന്തം റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ കിടക്കയിലേക്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഉമ്മ പറഞ്ഞു, മോളൊന്നും ഇവിടെ നിന്നിരുന്ന. മിശ്രി അല്പം ഭയത്തോടെയും വലിയൊരു ആശങ്കയോടും ആ കട്ടിലിന്റെ ഒരു കോണിൽ ഒന്ന് പതുക്കെ ഇരുന്നു. എന്താ മോളെ ബേജാറ്? ശരിക്കും അമർന്നാണ്ട് ഇരുന്നോട്, ഇജ്ജ് എന്തെങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കണേ? ആകപ്പാടൊരു വലിയ ടെൻഷൻ അവളെ പിടികൂടി. പഠിച്ചോനെ, എന്തെങ്കിലും ടെൻഷനുള്ള വാക്കുകൾ എന്തെങ്കിലും ആണോ? റബ്ബെ, എന്തായിരിക്കും ഉമ്മ വിളിച്ചത്? വീണ്ടും സങ്കടകരമായ വാർത്തയും എങ്ങാനും ഉണ്ടായോ? നവാസ്ക ജയിലിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ഇനി വല്ല പുതിയ പ്രശ്നങ്ങളും കുടുംബത്തിൽ ഉടലെടുത്തോ? അല്ലെങ്കിൽ എന്നെക്കുറിച്ചോ കുഞ്ഞുവിനെ കുറിച്ചോ എന്തെങ്കിലും മോശമായത് ആരെങ്കിലും ഉമ്മനോട് പറഞ്ഞോ? പഠിച്ചോനെ, എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ലല്ല, എനിക്ക് നന്നായിട്ടറിയാം. മനസ്സിൽ പല വിധത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ മിന്നൽ വേഗത്തിൽ ഓടിക്കൊണ്ടിരുന്നു. മിശ്രി തല കുനിച്ചിരുന്നു. മുഖമാകെ വിളറി വെളുത്തിരിക്കുന്നു. കണ്ണ് നിറഞ്ഞു വരുവാൻ തുടങ്ങിയിരിക്കുന്നു. ഉമ്മയുടെ മുന്നിൽ കരയാതിരിക്കാൻ അവൾ പരമാവധി കടിഞ്ഞാണിട്ട് പിടിച്ചു. മിശ്രിയുടെ മുഖത്തെ ആ ഭയവും ടെൻഷനും ഉമ്മ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടി ഉള്ളിൽ കിടന്ന് എത്രമാത്രം നീറുന്നുണ്ടെന്ന് ആ അനുഭവസമ്പന്നയായ ഉമ്മക്ക് പെട്ടെന്ന് മനസ്സിലായി. ഉമ്മ മെല്ലെ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. എന്നിട്ട് സ്നേഹത്തോടെ
ആ തണുത്ത് വിറക്കുന്ന വിരലുകളിൽ തൻ്റെ കൈകൾ കോർത്തു വെച്ചു. ആ സ്പർശനത്തിൽ തൻ്റെ മിശ്രിയുടെ പകുതി ഭയവും അലിഞ്ഞുപോയി. ഉമ്മ പതുക്കെ പറഞ്ഞു, മോളെ മിശ്രി, ഇജ്ജ് എന്തിനങ്ങനെ പേടിക്കണത്? ഞാൻ നിന്നെ വഴക്ക് പറയാൻ വിളിച്ചോന്നല്ല. എൻ്റെ ഈ മുഖത്തെ സങ്കടം ഞാൻ കുറേ ദിവസമായി കാണുന്നുണ്ട്. ഉമ്മ, എനിക്ക് സങ്കടമൊന്നുമില്ല. അല്ല മോളെ, അതായത് എന്താന്ന് വെച്ചാൽ എൻ്റെ കുട്ടിക്കൊരു കൂട്ട് വേണം. ഇനിയിപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് നടന്നാൽ മതിയാവൂലല്ലോ. പഠിപ്പും കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു. പിന്നെ പഠിപ്പ് കഴിഞ്ഞാൽ പരീത്ത ജോലി എടുത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ ആ ഒന്നും നടക്കണ കാര്യമല്ല. എൻ്റെ കുട്ടിക്കൊരു കൂട്ട് വേണ്ടേ? മിശ്രി കണ്ണു തുടച്ചുകൊണ്ട് ഉമ്മയെ നോക്കി. അവളുടെ ചുണ്ടുകൾ ചെറുതായി ഒന്ന് വിറച്ചു. ഉമ്മ, അവൾക്ക് വാക്കുകൾ കിട്ടിയില്ല. സാരല്ല മോളെ, ഇനി നീ കൂടുതൽ വിഷമിക്കേണ്ടതും വരില്ല. ശരിയാണ്, ഉമ്മയും ബാപ്പയൊക്കെ ഇല്ലാതെ കുറെ കഷ്ടപ്പെട്ടില്ലേ, ഹോസ്റ്റലിലും എത്തിങ്കാനയിലൊക്കെ നിന്ന് ജീവിച്ച്. അതെ, അവൾക്ക് ഉമ്മ, സത്യമായിട്ടും പുത്തൻ വീട്ടിലേക്ക് എത്തിയതിന് ശേഷമാണ് എനിക്ക് ഒരു സമാധാന സന്തോഷം ഉണ്ടായത്. പക്ഷെ സൗദത്ത് ചിലപ്പോൾ എന്നോട് പറഞ്ഞൊരു വാക്കുകളൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കൊരു സങ്കടം വരാറുണ്ട്. മോളെ, അത് കാര്യമാക്കണ്ട. ഓൾക്ക് നല്ല ബുദ്ധിക്ക് നല്ല ഇത് വന്നിക്കണേ. കാരണം ഓളെ പെറ്റ തള്ളനെ ഓരോന്ന് കലക്കി കൊടുത്തുകാണ്ടും അങ്ങനെ ആട്ടിക്കാണ്ടും ഇങ്ങനെ ആട്ടിക്കാണ്ടും ആ പെണ്ണിനെ തടി കേടം നിൽക്കണേ. ഇനി ആ പെണ്ണിനെ നല്ലപോലെ നാക്കിയെടുക്കാന്ന് വെച്ചാൽ കുറച്ച് മെനക്കെടേണ്ടി വരും. ഏതായാലും എൻ്റെ നവാസിൻ്റെ ഭാഗ്യം പോലെയും ഓളെ ഭാഗ്യം പോലെയും നല്ല മട്ടത്തിന് റാഹത്തോടു കൂടി ഓൾക്ക് നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊക്കെ ഓരോ ഭാഗ്യം തന്നെയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ആ മോളെ, ഞാനാ ഒന്നല്ല പറയാൻ വന്നത്. അതായത് റബീഉൽ മാസം, അതായത് ഈ റബീഉൽ മാസത്തിൽ നമ്മളെ കുടുംബത്തിൽ നല്ലൊരു കാര്യം നടക്കണമെന്ന് ഉമ്മാൻ്റെ ഒരു മനസ്സിലെ നെയ്യത്താണ്. ഉമ്മ, എന്ത് കാര്യം? റബീഉൽ ഉമ്മ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയല്ലേ? പള്ളിയിലേക്കായാലും അതുപോലെ കുട്ടികൾക്കായാലും വലിയ എല്ലാവർക്കായാലും ഫുഡും കാര്യങ്ങളും കൊടുക്കലും മൗലിദിനുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കലും അതൊക്കെ നല്ല കാര്യം തന്നെയല്ലേ ഉമ്മ ചെയ്യുന്നത്? അതേ മോളെ, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. എന്നാ ആ കൂട്ടത്തിൽ വേറൊരു നല്ല കാര്യം കൂടി ചെയ്യാനുണ്ട്. കുറച്ച് സർപ്രൈസ് ആയിട്ടാണ് ആയിഷുമ്മ അത് അവളോട് പറയുന്നത്. ആയിഷുമ്മയുടെ ബെഡ്റൂമിൽ ഒരു നിശബ്ദത. മിസിരിക്ക് തോന്നി ഉമ്മ എന്തായിരിക്കും പറയാൻ നിൽക്കുന്നതെന്ന്. മിസിരി അവിടെ തന്നെ ഇരുന്നു. ഉമ്മയുടെ വാക്കുകൾ കാറ്റിൽ അലയടിച്ച്, മോളെ മിസിരിയെ, നിന്നെ ഞാൻ നമ്മുടെ കുഞ്ഞൂനെ ഏൽപ്പിക്കാൻ പോവാണെന്ന്. മിസിരി ഒന്ന് ഞെട്ടി. എന്താണ് കേട്ടതെന്ന് അവൾക്ക് വിശ്വസിക്കാൻ ആയില്ല. ആയിഷുമ്മ തുടർന്നു, ഇനി നീ തനിച്ചല്ല മോളെ. നിന്നെ ഞാൻ കുഞ്ഞുവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ച എനിക്ക് റാഹത്തായി. പിന്നെ നിങ്ങൾക്ക് എവിടക്കച്ച പോവുക വരിക എന്തും ചെയ്യാം. ഇപ്പോൾ ടൂറ് പോവുക അല്ലെങ്കിൽ പിക്നിക്കിന് പോവുക, നിങ്ങൾ റിസോർട്ടിക്ക് പോവേ, എന്തിനും എവിടേക്കും പോകാം. കാരണം നിങ്ങൾക്ക് രണ്ടാക്കും ഇനിയിപ്പോൾ അതിനുള്ള പ്രായമൊക്കെ ആയി കഴിഞ്ഞില്ലേ. ഇനിയിപ്പോൾ വെച്ചുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല. എന്നാലേ കുഞ്ഞൂനെ ഏൽപ്പിച്ചാലോ എനിക്ക് സമാധാനമായി. നിങ്ങൾക്ക് പാർക്കുകളിലേക്കോ റിസോർട്ടിലേക്കോ എവിടുക്കാന്ന് വെച്ചാൽ ഇഷ്ടമുള്ളതുപോലെ പോകാൻ ജീവിക്കുക. ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് എല്ലാത്തിനും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഓല മാപ്പിളാരെ കിട്ടിക്കഴിഞ്ഞാൽ ഓൾക്ക് ഓല മട്ടം പോലെ എങ്ങനെ വെച്ചാൽ ജീവിക്കുക. നമുക്കൊരു പേടിയും പേടിക്കണ്ട. പൊന്നു മോളെ മിസിരിയെ, ഇപ്പോൾ ഈ ഒരു കൂട്ടിലകപ്പെട്ട കിളിയെ പോലെ തന്നെയാണ്. കാരണം പുറത്ത് തന്നെ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് പേടിയാണ്, അല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ എനിക്കും പേടിയാണ്, എല്ലാത്തിനും പേടിയാണല്ലോ. പക്ഷെ ഒരാളെ കൈകളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതോ നിക്കാഹാണ് ചെയ്ത് ഹലാലാക്കിയാൽ അൽഹംദുലില്ലാ റാഹത്തായി. പിന്നെ ഓൽക്കോല പാട്ടിന് എന്താ വെച്ചാൽ പോലും എനിക്കും സമാധാനക്കേടില്ല. ഒരു ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും സ്ഥാനത്ത് തന്നെയാണ് മോളെ ഞാൻ നിൽക്കുന്നത്. എനിക്ക് ജിന്നെ പൊന്നും മോളെ പോലെ തന്നെയാണ്. അപ്പോൾ അന്നൊരാളെ കൈകളിൽ ഏൽപ്പിച്ച് ഒന്നുകൊണ്ട് കണ്ണടച്ചാൽ മതി എന്നാണ് എൻ്റെ മനസ്സത്തെ ചിന്ത. ശരിക്കും അത് കേട്ടപ്പോൾ മിസിരി കരഞ്ഞുപോയി. ആ വാക്കുകൾ കേട്ടത് മിസിരിയുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോകുന്ന പോലെ അവൾക്ക് തോന്നി. അവൾക്കൊന്നും മിണ്ടാനാകാതെ അവൾ ആയിഷുമ്മയെ നോക്കി നിന്നു. കണ്ണ് നിറഞ്ഞു തുളുമ്പിയിരുന്നു. അവൾക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ശ്വാസം പോലും തടസ്സപ്പെടുന്നുണ്ടായിരുന്നു. ഉമ്മ വീണ്ടും ചോദിച്ചു, മോളെ എന്താ മോളൊന്നും പറയുന്നില്ലല്ലോ? മിസിരി തല താഴ്ത്തി. കുഞ്ഞുവുമായുള്ള നിക്കാഹ് എന്ന വാക്ക് അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വലിയൊരു അഗ്നിപർവ്വതം പോലെ സന്തോഷം സ്ഫോടനം നടത്തിയിരുന്നു. അതൊരു സ്വപ്നം പോലെയായിരുന്നു. പെട്ടെന്ന് സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. അതെ, ഉമ്മ പെട്ടെന്ന് ഈ കാര്യത്തിനാണ് എന്നെ വിളിച്ചതെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. ആയിഷും അവളെ ചേർത്ത് പിടിച്ചു. കരയേണ്ട മോളെ, ഇനിയൊന്നും വൈകിപ്പിക്കണ്ട. പിന്നെ നിങ്ങൾ രണ്ടുപേരെയും ഒന്നിപ്പിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. ഉമ്മ തുടർന്നു, നീ നവാസിൻ്റെയും ഫസീലയുടെയും, അതായത് ഫസീലാൻ്റെ നാത്തൂനാകാൻ, ആങ്ങളുടെ ഭാര്യ കെട്ടുമ്പോൾ നാത്തൂനാകുകയാണല്ലോ, അങ്ങനെ ഒക്കെ ആകുമ്പോഴേ മോളെ നിങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധം രൂപപ്പെടും.
അങ്ങനെ കുഞ്ഞു നിന്റെ കൈ പിടിച്ച് ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. മിസ്രിയുടെ മനസ്സ് ഭൂതകാലത്തേക്ക് ഓടി. ഇന്ന് വരെ അവൾ കരുതിയിരുന്നത് തനിക്ക് ആരുമില്ല, ആകെ കൂടി വാഫി ഉസ്താദ് എന്ന ആങ്ങളെ മാത്രമേ ഉള്ളൂ എന്നാണ്. പക്ഷെ ഉമ്മയുടെ വാക്കുകൾ ആ ചിന്തയെ മാറ്റിമറിച്ചു. ഇനി മോൾക്ക് വലിയൊരു കുടുംബമാണ് ഉണ്ടാകുന്നത് കേട്ടോ. നീ തനിച്ചല്ല. നിന്റെ വിചാരം എന്താ? അതെ, ഞാനും എൻ്റെ ആങ്ങളെ മാത്രമേ കുടുംബങ്ങളുള്ളൂ, ബാക്കിയൊക്കെ അന്യരാണ്. ഒരിക്കലും അല്ല, അന്യരെ പോലെ കാണുന്നുമില്ല. ഇനിയിപ്പോൾ ഒന്നും കൂടി ബന്ധം ദൃഢമാകാൻ പോവുകയാണ്. പിന്നെ മോളെ കുഞ്ഞുവിനെ കുറിച്ച് പറയാനുള്ളത്, ഞാൻ പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഓന ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. പക്ഷെ ചിലവർ പുറത്ത് നല്ലോണം ചിരിച്ചു കാട്ടും, ഉള്ളിലൊക്കെ വേറെ ചിന്തകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇനി മോളെ കുഞ്ഞുവിനെ നിക്കാഹ് കഴിച്ചാൽ തന്നെ നോക്കി നിനക്ക് ഉമ്മയും ബാപ്പയൊക്കെ ഉള്ള വലിയ നല്ലൊരു കുടുംബം, നല്ലൊരു നന്മയുള്ള കുടുംബമായി തീരും. പിന്നെ മോള് ഒരു തറവാട്ടുകാരിയായി ഉണ്ടാവും. പിന്നെ പുത്തൻവീട് തറവാടും കുടുംബം തന്നെ, എല്ലാവരും കുടുംബക്കാർ തന്നെ ആവും. ഇതുവരെ മോൾക്കില്ലാത്ത കുടുംബം, വലിയൊരു കുടുംബം മോളുടെ ജീവിതത്തിൽ രൂപപ്പെടുകയാണ്. ആയിഷമ്മയുടെ വാക്കുകൾ മിസ്രിയുടെ നെഞ്ചിലെ വലിയൊരു ഭാരത്തെ എടുത്തു മാറ്റി. അനാഥത്വം അനുഭവപ്പെട്ട ആ മനസ്സിലേക്ക് ഒരു കുടുംബത്തിന്റെ ചൂട് പകർന്ന് കയറി. ഉമ്മയുടെ നെഞ്ചിൽ തല ചായ്ക്കുമ്പോൾ മിസ്രിക്ക് തോന്നിയത് താൻ ഒടുവിൽ തൻ്റെ സ്വന്തം വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ്. അതായത് തൻ്റെ മരണപ്പെട്ട ഉമ്മയും ഉപ്പയുമെല്ലാം എൻ്റെ അടുത്ത് വന്നു നിന്ന് തന്നെ ആശ്വസിപ്പിക്കുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത്. മോളെ സമാധാനായോ? എന്നാൽ അതാ മിസ്രി സന്തോഷത്തോടെ തലയാട്ടി. ആ ഉമ്മയുടെ ബെഡ്റൂമിൽ നിന്ന് മിസ്രി പുറത്തിറങ്ങിയത് പുതിയൊരു മനസ്സുമായിട്ടാണ്. അതെ, തനിക്ക് നല്ലൊരു കുടുംബം ഉണ്ടാകാൻ പോകുന്നു, അതും ഈ പുണ്യമാക്കപ്പെട്ട റബീഉൽ അവ്വലിൽ എന്നറിഞ്ഞപ്പോൾ അവളുടെ മനസ്സ് വല്ലാതെ അങ്ങ് സന്തോഷിച്ചു. മുറ്റത്ത് പെയ്യുന്ന നിലാവിൻ്റെ വെളിച്ചത്തിന് പോലും അന്നേരം വല്ലാത്തൊരു വെളിച്ചം തോന്നി. കുഞ്ഞുവിനോട് ഒപ്പം നടക്കാൻ പോകുന്ന ദിവസങ്ങൾ, കുഞ്ഞുവിൻ്റെ കൂടെയുള്ള ആ ഒരു ജീവിതം, തൻ്റെ നിക്കാഹ്, റിസോർട്ടുകളിലെ യാത്രകൾ, റബീഉൽ അവ്വൽ മാസത്തിൻ്റെ പുണ്യത്തിൽ നടക്കാൻ പോകുന്ന നിക്കാഹ്, അതൊക്കെ മിസ്രി മനസ്സിൽ കണ്ടു. ഉമ്മ പറഞ്ഞ വലിയ കുടുംബം അവളെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ദൃശ്യം അവൾ ഭാവനയിൽ കണ്ടു. നവാസും ഫസീലയും മക്കളും ഒക്കെയായി ഒത്തുചേരുന്ന ആ നല്ല നാളുകൾ. അവൾ അടുക്കളയിലേക്ക് നടന്നു. പക്ഷെ ഇത്തവണ അവളുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. താൻ ഇനി ആരുമല്ല, അനാഥയല്ല എന്ന ചിന്ത ഒരുപാട് മാറിയതുപോലെ അവൾക്ക് തോന്നി. താൻ വലിയൊരു കുടുംബത്തിന്റെ ഭാഗമാകാൻ പോകുന്നു എന്ന വലിയ സന്തോഷമാണ് അവളുടെ ഉള്ളിൽ നിറഞ്ഞത്. അന്ന് രാത്രി റബീഉൽ അവ്വലിന്റെ ആ പുണ്യരാവിൽ ആയിഷമ്മ ഓരോന്നോർത്തു. റബ്ബേ അല്ലാ, മനസ്സത്തെ ആഗ്രഹം അതൊക്കെ ഒന്ന് സാധിപ്പിക്കണം പഠിച്ചവനെ. ഇനി വൈകിപ്പിക്കണ്ട. ഏതായാലും നാളെ നവാസ് വരും. ഏതായാലും നിക്കാഹിനും നിശ്ചയത്തിനും ചർച്ചകളൊക്കെ ആയിട്ട് ഡേറ്റൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാലേ പിന്നെ ഇനിയിപ്പോൾ വൈകിപ്പിക്കണ്ട, വൈകാതെ തന്നെ വേഗം ഉണ്ടാക്കണം. ഇനിയിപ്പോൾ റബ്ബേ ഓളെ ജീവിതത്തേക്ക് ശല്യം ചെയ്യാൻ ആരും വരാഞ്ഞാൽ മതിയായിരുന്നു. ഏതായാലും ആ പ്രിൻസിപ്പാള് പറഞ്ഞ് കേട്ടിട്ട് തന്നെ തൊലിരിഞ്ഞു പോവാണ്. കാരണം മൂപ്പർക്ക് ഇതൊരു ഹോബിയാണത്രേ, ഈ പെണ്ണുങ്ങളെ കെട്ടി നടക്കണതൊക്കെ. സ്വന്തം ഭാര്യ തെറ്റിലാണെന്നൊക്കെ അറിഞ്ഞപ്പോഴേ അതും വല്ലാത്തൊരു ഇടങ്ങാറ്. എന്താലേ ഓരോരുത്തരും അങ്ങനെ ഉണ്ടാവും. സ്വന്തം ഭാര്യക്ക് സ്നേഹം കൊടുക്കാനും ഒന്നിനും കഴിയില്ല. പിന്നെ ഓരോരുത്തരെ കാണുമ്പോൾ അവരെ കെട്ടി അവരെ കൂടെ ജീവിക്കുക. അങ്ങനെ ഒരുപാട് പെൺകുട്ടികളും പാവങ്ങളായ പെൺകുട്ടികളൊക്കെ പിന്നെ അതിന് നിൽക്കുമ്പോൾ അവരവരുടെ ജീവിതം രക്ഷപ്പെട്ടു എന്നും വിചാരിക്കുമല്ലോ. പഠിച്ചവനെ, എന്തായാലും കോളേജിലേക്കൊക്കെ ഇവളെ കാണാൻ വന്നിരുന്നു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ മൂപ്പര ശല്യമില്ല ഞാൻ മതിയായിരുന്നു റബ്ബേ. ആയിഷമ്മയുടെ മനസ്സിൽ അതായിരുന്നു ചിന്ത. ഇനിയിപ്പോൾ ഇവളെ കുഞ്ഞു കെട്ടുക എന്നൊക്കെ അറിയുമ്പോൾ എന്തൊക്കെയാണാവോ പുകില് ഉണ്ടാക്കണത്. അല്ലാ, നീ കാത്തു രക്ഷിക്ക്. കാരണം ആ പെൺകുട്ടി ഒരു പാവം പെണ്ണാണ്, കുഞ്ഞും തന്നെ നല്ലൊരു മോനാണ്. രണ്ടാളും നല്ല ചേർച്ചുള്ള ആൾക്കാരാണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ അവരുടെ ഇടയിൽ പടച്ച റബ്ബ് ഒരു സ്വർഗം തന്നെ തീർക്കും. കാരണം രണ്ടുപേരും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാണ്. അതുകൊണ്ട് തന്നെ ഒരാളെയും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നും പോകാതെ നല്ല രീതിയിൽ എല്ലാം നടക്കട്ടെ റബ്ബേ. പെട്ടെന്ന് ആയിഷമ്മ ഓർത്തു, അതെ എൻ്റെ ഫൈസലിൻ്റെത് മാത്രം അങ്ങനെ നീണ്ടു നിൽക്കുക. പറയുമ്പോൾ ഓനിപ്പോൾ ഇവിടുത്തെ രണ്ടാമത്തെ മോനാണ്. നുസൈബാനെ കെട്ടി അങ്ങനൊക്കെ അതിൻ്റെ ശേഷം ഓൻ്റെ ജീവിതത്തിൽ ആകപ്പാടങ്ങോട്ട് വലഞ്ഞ പോലെയാണ്. അതിൻ്റെ ശേഷം മുന്താസിനെ ഏറ്റ് കല്യാണം അത് എന്നൊക്കെ പറഞ്ഞിട്ടും അത് ഇതുവരെയും നടന്ന് കണ്ടിട്ടില്ല. പഠിച്ചോനെ, അതും കൂടി നടന്ന് കണ്ടെങ്കിൽ റാഹത്തേന്. ഇതിപ്പോൾ നീണ്ട് അങ്ങനെ പോവാണ്. ഓൻ്റെ ഇളയറ്റങ്ങളും എല്ലാം കെട്ടി.
പിന്നെ ഇപ്പോൾ ഇതാ കുഞ്ഞുവിൻ്റെ കല്യാണം ഏകദേശം ഉറച്ച മട്ടായി. എന്നിട്ടും എൻ്റെ ഫൈസലിന് ഇതുവരെയൊക്കെ ഒരു ജീവിതം കിട്ടിയിട്ടില്ല. എന്താ ചെയ്യുക, ഓൻ്റെ ജീവിതം അന്ന് ഓൻ കുറേ ഒന്ന് കച്ചറ കളിച്ച് അങ്ങനെ കണ്ടായി തീർന്നു. പിന്നീട് അവനക്ക് ഒരു നല്ലൊരു ജീവിതം ഇതുവരേക്കും കിട്ടിയിട്ടില്ല. റബ്ബേ. ഉമ്മ ഫോൺ എടുത്തു. അതെ, ഫൈസലിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ മനസ്സൊക്കെ ഒരു ഇടങ്ങാറ് ഇങ്ങനെ വരുന്നുണ്ട്. പഠിച്ചോനെ, എൻ്റെ കുട്ടി എന്നാന്നാവോ ഒന്ന് കൂട്ടും കുടുംബമൊക്കെ ആയിട്ട് കയ്യൽ. എല്ലാവർക്കും കുട്ടികളും മക്കളും ഒക്കെ ആയി. എൻ്റെ കുട്ടിക്ക് ഇതുവരെ അതും ആയിട്ടില്ല. ഓൻ ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നൊരു ജീവിതം വേണ്ടേ? വെറും പൈസ മതിയോ? വെറും പൈസ കൊണ്ടൊന്നും ആയില്ലല്ലോ. ഓൻ്റെ ഓനൊരു ജീവിതം വേണ്ടേ? മുംതാസിൻ്റെ അവസ്ഥയൊക്കെ എന്താന്നാവോ? ഒരു തമ്മിൽ പിരിഞ്ഞിട്ടൊന്നും ഇല്ലേക്കും. കാരണം ഇപ്പം മുണ്ടാട്ടൊന്നും വല്ലാതെ കേൾക്കണില്ല. അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് ചിന്തകളൊക്കെ. പഠിച്ചോനെ, നീ കാത്തു രക്ഷിക്ക്. എൻ്റെ കുട്ടിക്ക് നല്ലൊരു ജീവിതം നീ കൊടുക്ക്. ഉമ്മ പതുക്കെ ഫോൺ എടുത്തു. അതെ, നേരെ ഫൈസലിൻ്റെ ആ ഒരു DP നോക്കി. എൻ്റെ കുട്ടിക്കിപ്പോൾ നല്ലേൽക്കാണെങ്കിൽ 1-2 മക്കളൊക്കെ എന്തായാലും ഉണ്ടാണ് പ്രായം കാര്യങ്ങളൊക്കെ ആയി. ഇപ്പോഴും കല്യാണം വരെ കഴിഞ്ഞിട്ടില്ല. എന്താ ഇപ്പോൾ കാട്ടുക? ഫൈസലിനൊരു വോയിസ് മെസ്സേജ് ഉമ്മ അതാ അയക്കുകയാണ്. മോനെ, എടാ അസ്സലാമലൈക്കും. പിന്നെ നമ്മളെ കുഞ്ഞൂൻ്റെയും മിസ്സിൻ്റെയും കല്യാണം ഇവിടെ ഉറപ്പിച്ച പരിപാടിയൊക്കെ ഇങ്ങനെ ഉണ്ട്. നാളെ വരാൻ പറഞ്ഞിരിക്കണ് ഞാൻ എൻ്റെ നവാസിനോട്. അല്ല മോനെ, എല്ലാവരും കല്യാണം കഴിഞ്ഞ് കുട്ടികളും മക്കളുമായി. അല്ല, എൻ്റെ കുട്ടീൻ്റെ വർത്താനം ഇപ്പം എന്താ? നമുക്കിപ്പോൾ കല്യാണം ഒന്നും ഇപ്പം മാണ്ടേ? എനിക്ക് വെറും ഈ ബിസിനസ്സും കാര്യമായിട്ട് നടന്നാൽ മതിച്ച് അതിൻ്റെ ഇടയിൽ കല്യാണമോ എൻഗേജ്മെൻറ്റോ എന്നൊക്കെ പറഞ്ഞ് നടന്ന് അതാണ് കഴിഞ്ഞു. അന്ന് തന്നെ നിക്കാണ്ട് കഴിച്ചാൽ മതി. അപ്പോഴേ ഞാൻ പറഞ്ഞിനു. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പറ്റിയില്ല. അല്ലാത്തൊരു പുതുമ. അല്ല, നമുക്ക് അതാണ്ട് ഈ കൂട്ടത്തിൽ കൂടെ ഉണ്ടാക്കിയാലേ കുഞ്ഞെ. എൻ്റെ കുട്ടി റീപ്ലൈ തരിട്ടാ. അങ്ങനെ ഏതാ വോയിസ് മെസ്സേജ് ഫൈസലിന് അയക്കുന്നു ഉമ്മ. കണ്ട, കുട്ടി കണ്ടിട്ടെന്നല്ല. ഒരു ടിക്കാണ്. അതൊന്ന് ആ നീല ടിക്കൊക്കെ വന്നാലല്ല കേട്ടുക്കണു മനസ്സിലാകുക. അല്ലെ 2 ടിക്കെങ്കിലും അതും വന്നിട്ടില്ല. ഒന്നുമ്പോൾ തന്നെ നിൽക്കുകയാണ്. ഓനെ എപ്പോഴാന്നാവും ഇതൊക്കെ ഒന്ന് കണ്ട് ഇതിനൊരു മറുപടി തരാം. എനിക്കൊരു ഇടങ്ങാറ്. ഒന്നുമല്ല, ഓൻ്റെ കാര്യം വിചാരിച്ചിട്ട് എല്ലാവർക്കും കുടുംബത്തിന് എല്ലാവർക്കും കല്യാണമുണ്ട്. ഇവിടെ ഇപ്പോൾ എത്രണ്ണം നടന്നു. ഒക്കെ നല്ല മട്ടത്തിന് റാഹത്തോടു കൂടി നടന്നു. എൻ്റെ കുട്ടിൻ്റെ കൂടെ കയ്യാണ്ട് എന്നാൽ പിന്നെ സമാധാനമായി. എന്നാൽ ഈ സമയം നവാസ് അതാ ഉമ്മയുടെ മെസ്സേജ് വന്നത് കേൾക്കുന്നു. മോനെ, എടാ അസ്സലാമലൈക്കും. പിന്നെ നമ്മുടെ കുഞ്ഞുവിൻ്റെയും മിസ്സിൻ്റെയും കല്യാണം ഇവിടെ ഉറപ്പിച്ച പരിപാടിയൊക്കെ ഇങ്ങനെ ഉണ്ട്. നാളെ വരാൻ പറഞ്ഞിരിക്കണ് ഞാൻ എൻ്റെ നവാസിനോട്. പെട്ടെന്ന് കുഞ്ഞു വിചാരിച്ചു, അതെ ഉമ്മാക്ക് എന്തോ ഉണ്ടല്ലോ. അപ്പോൾ തന്നെ അവൻ തിരിച്ച് വോയിസ് വിടുന്നു. ഉമ്മ, ഇൻഷാ അല്ലാ കുഞ്ഞുവിൻ്റെ മിസ്സിൻ്റെ കല്യാണം കഴിഞ്ഞോട്ടെ. അത് നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ? അതെ, അവരത് കഴിഞ്ഞോട്ടെ റാഹത്തോടു കൂടെ. ഞമ്മക്ക് ഇനിയും സമയമുണ്ടല്ലോ ഉമ്മ വിഷമിക്കല്ലേ കേട്ടോ. അവരതൊക്കെ നല്ല റാഹത്തോടു കഴിയട്ടെ. ഇൻഷാ അല്ലാ ഞമ്മക്കും റെഡിയാക്കണേ. ശരിക്കും അതാ ഉമ്മ അത് കേൾക്കുന്നു. ഉമ്മാക്കത് കേട്ടപ്പോൾ എൻ്റെ റബ്ബേ, വല്ലാത്തൊരു പുതുമ. ഈ കുട്ടിക്ക് ഇപ്പോഴും കല്യാണത്തിനൊരു കൂട്ടിലേക്കും. ഒരു കാലത്ത് നല്ല കളി കളിച്ചു. ഇപ്പോൾ അവന് കുടുംബമൊന്നും മാണ്ടേക്കും. പഠിച്ചവനെൻ്റെ കുട്ടിക്ക് നീ നല്ല മനസ്സ് കൊടുക്കല്ല. ഫൈസലിൻ്റെ ആ ഒരു വോയിസ് കേട്ടപ്പോൾ ഉമ്മാക്ക് തോന്നി, ഇല്ലട്ടാ ഇതൊന്നും ഇപ്പം അടുത്തൊന്നും താണ്ട ഇതൊന്നുമില്ല. ഏതായാലും മുംതാസിനോടൊന്ന് സംസാരിക്കണം. ഓളമ്മാനോടോ വാപ്പാനോടൊക്കെ ബിസിനസ് എന്ന് പറഞ്ഞ് പോയതല്ലേ. ഓരോടൊന്ന് സംസാരിച്ച് കണ്ട് ഇനിയിപ്പോൾ നീട്ടിടാൻ പറ്റൂല. ഇപ്പോൾ പറഞ്ഞിട്ടില്ല കുഞ്ഞുവിൻ്റെ മിസ്സിലിൻ്റെ ഒക്കെ കല്യാണങ്ങൾ നടത്തിക്കോളി. അതൊക്കെ നല്ല കാര്യം തന്നെയല്ലേ. നമുക്ക് ഇനിയും സമയമുണ്ടല്ലോ. ഓനിനി എപ്പോഴാണ് നമ്മ സമയം? എത്ര വയസ്സായിക്കണിപ്പോൾ എനിക്ക്. ഓൻ്റെ ഇളയിറ്റങ്ങൾക്ക് കുട്ടികളും മക്കളായി. നവാസിൻ്റെ കുട്ടി, അതേപോലെ നമ്മുടെ ഷമ്മാസിന് കുട്ടി ഉണ്ടായി. എല്ലാവർക്കും അയക്കണ്. അതേപോലെ അതിൻ്റെ ശേഷം കല്യാണം കഴിഞ്ഞ് സമീറാക്ക് 2 കുട്ടികളുണ്ടായി. എല്ലാവർക്കും കുട്ടികളായി. ഓനെപ്പോഴും കല്യാണം വരെ കഴിച്ചാണെന്നൊരു ചിന്തയില്ല. ഈ കുട്ടിക്ക് എന്തിൻ്റെ കേടായിരിക്കും റബ്ബേ ഇത്? വല്ലാത്തൊരു പുതുമ തന്നെയാണിത്. ഫൈസലിൻ്റെ ആ ഒരു മറുപടിയിൽ ഉമ്മാക്ക് വല്ലാതൊരു തൃപ്തിയൊന്നും ഉണ്ടായില്ല. എങ്കിലും ഉമ്മ തിരിച്ചൊരു വോയിസ് അയച്ചു. പൊന്നാര ഫൈസലെ, ഞാൻ ഉള്ള കാലത്ത് എന്നെ ഇങ്ങനെ ഏമിച്ചുള്ളതിനും വേണ്ടിയിട്ട് കല്യാണം നിക്കാഹ് നടന്നിക്കാണ്ട് എൻ്റെ കാലം കൂടി കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ പിന്നാലെ നടക്കാനും എന്നോട് പറയാനും ഒരാളും ഉണ്ടാവില്ല. എല്ലാവർക്കും അവനാൻ്റെ കാര്യങ്ങളും ഉണ്ടാവും.
ഇതിപ്പോൾ ഇങ്ങനെ കെട്ടാതെ മൂത്ത് നടന്നിട്ടേ എനിക്കാണ് ഇപ്പം അതിൻ്റെ വേദന ഉള്ളത്. വേറെ ആർക്കും ഉണ്ടാവില്ല. എൻ്റെ വേദന ആർക്കും ഉണ്ടാവില്ലല്ലോ. എനിക്ക് ഇതൊരു പെണ്ണിൻ്റെ കൂടെ കഴിയണതും നിങ്ങൾക്ക് ഒരു കുടുംബജീവിതം ഉണ്ടാവണതും കാണാനാണ് എനിക്ക് മനസ്സിലെ ആഗ്രഹം. അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ എനിക്കൊന്ന് കണ്ണടച്ചാൽ മതി എന്നാ. വേറൊന്നും അല്ല മോനെ, ഞാൻ എൻ്റെ മനസ്സിലാണ് പറയണത്. അതല്ല, ചില ആൾക്കാരുണ്ടാവും പെണ്ണും വേണ്ട പെടക്കോയും വേണ്ട എന്ന് പറഞ്ഞ് നടക്കണോല്, കുട്ടികളും മക്കളും അതും വേണ്ട ഒറ്റത്തടിയായിട്ടും ജീവിതം കഴിക്കണോല്. എൻ്റെ ഉദ്ദേശം അങ്ങനെ വല്ലതും ആണോ? അതോ മുന്തോസായിട്ട് വല്ല പിണക്കും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയ്, ഇല്ലെങ്കിൽ നമുക്ക് വേറെ നോക്കാനാണ്. ആയുഷുമ്മ അത് പറഞ്ഞ ദേഷ്യത്തോടെ അങ്ങനെ ഒരു മെസ്സേജും അതാ അവന് അയക്കുന്നു. എന്നാൽ നവാസ് ചിരിക്കുന്ന കുറച്ച് സ്മൈലികളാണ് അയച്ചത്. പിന്നീട് അവൻ പറഞ്ഞു, എന്താ ഉമ്മങ്ങൾ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നത്? കുറച്ച് തിരക്കാണ്, ആ തിരക്കും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാം. എൻ്റെ തിരക്ക് മാറിയിട്ട് എൻ്റെ കല്യാണം കഴിയുന്നു തോന്നുന്നില്ല. കുറച്ചൊക്കെ അവനാൻ്റെ ജീവിതം വേണം നോക്കുക. ഇത് വെറും ഈ ബിസിനസ് നടന്നാലേ ഒന്നും ഉണ്ടാവില്ല. കുറച്ചൊക്കെ ജീവിതം നല്ല മട്ടത്തിന് നമ്മൾ ആസ്വദിക്കന്നെ വേണം. ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. അത് കുടുംബജീവിതമായിട്ട് കഴിയുമ്പോൾ തന്നെയാണ് അതിന് റാഹത്തും ഇസ്സത്തൊക്കെ ഉണ്ടാകുക. അല്ലാതെ ഒറ്റയ്ക്ക് കഴിയുമ്പോഴല്ല. ഇനി ഇതിനെക്കുറിച്ച് ഒന്നും പറയും വേണ്ട. ഞാൻ എൻ്റെ നിക്കാഹും കല്യാണം എന്നാ വെച്ചാൽ അതിനനുസരിച്ച് എന്നോട് വർത്താനം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആയുഷുമ്മ അതാ വോയിസ് വിട്ടു. അതും പറഞ്ഞ് അവർ നെറ്റ് ഓഫാക്കി പോന്നു. ഓന് കുറേ ന്യായീകരണങ്ങൾ പറയാണ്ടാവും. ഒന്ന് നല്ല മട്ടത്തിന് റാഹത്തോടു കൂടി ഓനക്ക് വിളിച്ചട്ടെ, അപ്പോൾ പറയ കാര്യങ്ങളൊക്കെ. ആയുഷുമ്മക്ക് ഫൈസലിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്താ മുന്താസുമായിട്ട് ഓല് പിന്നെയും പിണങ്ങിക്കൂടാ? എനിക്കൊന്നും ഓനെ വിശ്വസിക്കാൻ പറ്റില്ല. അന്ന് നുസൈബാനായിട്ട് തന്നെ അങ്ങനെ എന്തൊക്കെ ആയിട്ട് ഓൻ കുറേ അങ്ങനെയൊക്കെ നടന്നിരുന്നു. ഇപ്പോൾ ഓളായിട്ടൊക്കെ ഒന്ന് റെഡിയായി വന്നൊക്കെയാണ്. അപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു. എന്താ ഏതാന്നാവോ? ആയുഷുമ്മയുടെ ചിന്ത പിന്നീട് ഫൈസലിനെ കുറിച്ചായിരുന്നു. പഠിച്ചോനെ അല്ലാ, എൻ്റെ കുട്ടിക്ക് നല്ല ബുദ്ധി കൊടുക്ക്. സ്വന്തം ജീവിതത്തിനെ കുറിച്ച് ചിന്തിക്കാൻ ഒന്നും ഓനക്ക് തോന്നിയാൽ മതിയായിരുന്നു. ആയുഷുമ്മ അങ്ങനെ അതാ ഉറങ്ങാൻ കിടക്കുന്നു. ഫൈസലിൻ്റെ കല്യാണം കൂടിയാണ് കഴിഞ്ഞാൽ പുത്തൻ വീട് തറവാട്ടത്തെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പൂർത്തിയായി കഴിഞ്ഞു എന്ന് തന്നെ എൻ്റെ മനസ്സിലെ ചിന്ത. എന്നിട്ട് പിന്നെ റബ്ബേ അല്ലാ ഇന്നാട് കൊണ്ടേക്കോ ഓലപ്പാൻ്റെ അടുത്തേക്ക്, അതായിരിക്കും നല്ലത്. ആയുഷുമ്മ അത് തൻ്റെ മരണപ്പെട്ട തൻ്റെ ഭർത്താവിനെ കുറിച്ച് ഓർത്തു. അല്ലാ, നിങ്ങൾ നേരത്തെ കാലത്ത് തന്നെ പോയി മക്കളെ കാര്യം ഇതൊക്കെ ഞാൻ തന്നെ ഇങ്ങനെ പിന്നാലെ നടന്നെങ്കിലേ ഓലതിന് നിൽക്കുള്ളൂ. പഠിച്ചോനെ അല്ലാ നീ കാക്ക്. തൻ്റെ ഭർത്താവിന് വേണ്ടി അവർ ദുആ ചെയ്ത് അങ്ങനെ അതാ അവർ ഉറങ്ങുവാൻ വേണ്ടി കിടക്കുന്നു. മനസ്സിൽ ഒത്തിരി ഭാരവുമായിട്ട്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.